എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് എന്നത് കേവലം വിജയപരാജയങ്ങളുടെ വരണ്ട കണക്കുകൾ മാത്രമുള്ളൊരു വിനോദമല്ല, മറിച്ച് ദീർഘനാളത്തെ കാത്തിരിപ്പിന്റെയും നെഞ്ചകം നീറുന്ന ഓർമ്മകളുടെയും കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളുടെയും ഭാരം ഒടുവിൽ ആനന്ദക്കണ്ണീരായും ഉന്മാദമായും അണപൊട്ടിയൊഴുകുന്ന വികാരങ്ങളുടെ അതിവിശാലമായ ഒരു മഹാസാഗരമാണ്. 2026 IPL മഹാഫൈനലിന് സാക്ഷ്യം വഹിച്ച അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന ഇതിഹാസ സംഘം ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തകർത്തെറിഞ്ഞ് തുടർച്ചയായ രണ്ടാം തവണയും ആ സുവർണ കിരീടം സ്വന്തമാക്കിയപ്പോൾ അതൊരു കേവല വിജയത്തിനപ്പുറം ഒരു കാലഘട്ടത്തിന്റെ കാത്തിരിപ്പിന്റെ ചരിത്ര സാക്ഷാത്കാരമായി മാറുകയാണുണ്ടായത്. ഗുജറാത്ത് ടൈറ്റൻസിനെ വെറും 155 റൺസിൽ ഒതുക്കിയതിനുശേഷം 42 പന്തുകളിൽ നിന്ന് 75 റൺസുമായി പുറത്താകാതെ നിന്ന ക്രിക്കറ്റ് ലോകത്തിന്റെ രാജാവ് വിരാട് കോഹ്ലി എന്ന കൊടുങ്കാറ്റ് ബംഗളൂരുവിനെ വിജയതീരത്തണച്ചപ്പോൾ ശ്വാസമടക്കിപ്പിടിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പുകൾ ഒരു വൻ പൊട്ടിത്തെറിയായി മാറി. എന്നാൽ ആ കിരീട നേട്ടത്തിന് തൊട്ടുപിന്നാലെ ആ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് ഒരു ബോളിവുഡ് ചലച്ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ പോലും വെല്ലുവിളുന്ന അവിശ്വസനീയവും വികാരനിർഭരവുമായ കാഴ്ചകളായിരുന്നു. അർഷദ് ഖാന്റെ അവസാന പന്തിൽ കോഹ്ലി ലോങ് ഓണിന് മുകളിലൂടെ ആ വിന്നിംഗ് ഷോട്ട് പായിച്ച നിമിഷം അതിരില്ലാത്ത ആവേശത്തോടെ മൈതാനത്തേക്ക് കുതിച്ചെത്തിയ സഹതാരങ്ങൾ തങ്ങളുടെ വികാരങ്ങളെ അഴിച്ചുവിട്ടു. നായകൻ രജത് പാട്ടിദാർ ഓടിയെത്തി കോഹ്ലിയെ കെട്ടിപ്പുണർന്നപ്പോൾ 27 റൺസ് വഴങ്ങി 3 നിർണായക വിക്കറ്റുകൾ പിഴുതെടുത്ത യുവതാരം രസിക് സലാംദാർ പിച്ചിലേക്ക് മുട്ടുകുത്തി വീണ് ആ മണ്ണിൽ മുത്തമിടുകയായിരുന്നു. എപ്പോഴും തന്ത്രങ്ങളുടെ ആശാന്മാരായി അറിയപ്പെടുന്ന പരിശീലകൻ ആൻഡി ഫ്ലവറും ദിനേശ് കാർത്തിക്കും വരെ തങ്ങളുടെ കണ്ണുനീർ മറച്ചുവെക്കാനാകാതെ സപ്പോർട്ട് സ്റ്റാഫിനെ കെട്ടിപ്പിടിച്ച് വിടുമ്പിയത് ആ വിജയത്തിന്റെ വൈകാരികമായ ആഴം എത്രത്തോളമുണ്ടെന്ന് വിളിച്ചു തോന്നുന്നതായിരുന്നു. നിമിഷങ്ങൾക്കകം ചുവന്ന വെളിച്ചവും ലേസർ ഷോകളും കൊണ്ട് ആകാശം വർണ്ണാഭമായപ്പോൾ സമ്മർദ്ദങ്ങളുടെ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ ഫിൽ സാൾട്ടും ജിതേഷ് ശർമ്മയും വെങ്കടേഷ് അയ്യരും സ്റ്റേഡിയത്തിൽ മുഴുങ്ങിക്കേട്ട ചെണ്ടമേളങ്ങൾക്കൊപ്പം മൈതാനമധ്യത്തിൽ അത്യുജ്വലമായ ഭാംഗ്ര നൃത്തച്ചുവടകളുമായി ആനന്ദ നൃത്തമാടി. രജത് പാട്ടിദാർ കൂടി അവർക്കൊപ്പം ചേർന്നതോടെ അതൊരു വസന്തോത്സവമായി മാറുകയും കൃണാൽ പാണ്ഡ്യയും ഭുവനേശ്വർ കുമാറും പരസ്പരം കെട്ടിപ്പുണർന്ന് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിലാണ് മൈതാനത്തെ മുഴുവൻ നിശബ്ദമാക്കിയ ആ അപൂർവ പ്രണയ നിമിഷം അരങ്ങേറിയത്. ചരിത്രമെഴുതിയ ആ 75 റൺസിന്റെ വീരനായകൻ കോഹ്ലിയുടെ കണ്ണുകൾ അപ്പോൾ VIP ഗാലറിയിൽ തനിക്കായി ആർപ്പു വിളിക്കുന്ന തന്റെ പ്രിയതമെ അനുഷ്ക ശർമ്മയെ തിരയുകയായിരുന്നു. മുൻകാലങ്ങളിലെ പരാജയങ്ങളുടെ സകല വേദനകളും കഴുകിക്കളഞ്ഞ ആ രാത്രിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ വഴിയിലൂടെ മൈതാനത്തിന്റെ അതിർത്തിയിലേക്ക് ഓടിയെത്തിയ അനുഷ്കയെ ആയിരക്കണക്കിന് ക്യാമറകളെയും ലക്ഷക്കണക്കിന് ആരാധകരെയും സാക്ഷിയാക്കി കോഹ്ലി യാതൊരു സങ്കോചമില്ലാതെ വാരിപ്പുണർന്നു. സന്തോഷാശ്രുക്കളോടെ തന്റെ പാദങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിച്ച അനുഷ്കയെ പിടിച്ചുവിർത്തി ലോകത്തിന്റെ മുഴുവൻ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് അങ്ങേയറ്റം സ്നേഹത്തോടെ അദ്ദേഹം ചുംബിച്ചപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒന്നാകെ കോഹ്ലി കോഹ്ലി വിളികളാൽ മുഖരിതമായി. ഗാലറിയിലുണ്ടായിരുന്ന രോഹിത് ശർമ്മയും MS ധോണിയും ആ മനോഹര നിമിഷത്തെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് നോക്കിക്കണ്ടത്. അത് കേവലം ഒരു ചുംബനമായിരുന്നില്ല, മറിച്ച് ലോകം മുഴുവൻ തന്റെ ചുമനിലേറ്റ ഒരു മഹാമേരുവിന്റെ മാനസിക സമ്മർദ്ദങ്ങൾ അലിഞ്ഞില്ലാതാകുന്നതിന്റെ വൈകാരിക പ്രതീകമായിരുന്നു. ഈ വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് ശേഷം കോഹ്ലി ചെയ്ത മറ്റൊരു പ്രവൃത്തി ലോകത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കി. ക്വാളിഫയർ 2 പരാജയത്തിന്റെ വേദനയിൽ മൈതാനത്ത് വിതുമ്പിക്കരയുകയായിരുന്ന 14 വയസ്സുകാരനായ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശിയെ നേരിട്ട് ചെന്ന് ആശ്വസിപ്പിച്ച കോഹ്ലി ഫൈനലിൽ തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ആ യുവതാരത്തിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്ത് ആ കുരുന്നു മനസ്സിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. ഈ മഹാമനസ്കത കണ്ട ഗ്രൗണ്ടിലുണ്ടായിരുന്ന അമ്പയർമാരായ നിതിൻ മേനോലും KN അനന്തപത്മനാഭനും വരെ കൈയടിച്ചുപോയി. തുടർന്ന് കൈകളിൽ RCBയുടെ പതാകയേന്തി നായകൻ രജത് പാട്ടിദാറിന്റെ നേതൃത്വത്തിൽ സംഘം മൈതാനത്തിനു ചുറ്റും വിജയയാത്ര നടത്തിയപ്പോൾ ഗാലറികളിൽ നിന്നുയർന്ന ഹർഷാരവം ഒരു വൻ കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ഒടുവിൽ കിരീടം പണിയാനുള്ള നിമിഷം വന്നെത്തിയപ്പോൾ BCCI ഉദ്യോഗസ്ഥർ അണിനിരന്ന വേദിയിലേക്ക് നായകൻ രജത് പാട്ടിദാറിന്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കിരീടമേറ്റെടുക്കാനായി ആദ്യം കോഹ്ലിയെയാണ് ക്ഷണിച്ചത്. എന്നാൽ തികഞ്ഞ വിനയത്തോടെ ആ ക്ഷണം നിരസിച്ച കോഹ്ലി പാട്ടിദാറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. അഭിമാനത്തോടെ രജത് പാട്ടിദാർ ആ സുവർണ കിരീടം വായുവിലേക്ക് ഉയർത്തിയപ്പോൾ സ്റ്റേഡിയമാകെ വർണ്ണക്കടലാസുകളുടെ മഴ പെയ്തിറങ്ങി. ഷാമ്പെയിൻ കുപ്പികൾ തുറന്ന് പരസ്പരം ആഹ്ലാദം പങ്കുവച്ച താരങ്ങൾക്കിടയിൽ ടിം ഡേവിഡും ദേവദത്ത് പടിക്കലും കിരീടവും ഏന്തി നിൽക്കുന്ന ആ ദൃശ്യം വിജയത്തിനായുള്ള ബംഗളൂരുവിന്റെ അദമ്യമായ ദാഹത്തിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയായിരുന്നു. വിരാട് കോഹ്ലിയുടെ സ്നേഹപ്രകടനവും വൈഭവിനുള്ള സാന്ത്വനവും യുവതാരങ്ങളുടെ നൃത്തച്ചുവടുകളും എല്ലാം ചേർന്ന ഈ ആഘോഷം നിർഭയത്വത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും പര്യായമായി മാറിയ പുതിയ RCBയുടെ ഈ ചരിത്രവിജയം IPL ചരിത്രത്തിലെ ഒരിക്കലും മായ്ച്ചു കളയാനാകാത്ത ഒരു സുവർണ അധ്യായമായി എന്നേക്കും ലിഖിതപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.